ഓരോ ദേശത്തിനും ഓരോ കഥകളുണ്ട്, ഓരോ ഓർമ്മകളുമുണ്ട്. ചിലത് എഴുതി വെച്ചവ, ചിലത് നമ്മൾ കേട്ടവ. എക്കോസ് ഓഫ് കേരള പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ വാണിപ്രഭ, ഒരു ശരാശരി മലയാളി. ഇന്ന് നാം തുടങ്ങുന്നത് ഒരു പുതിയ സീരീസാണ്, കിങ്ഡംസ് ഓഫ് ദി പെപ്പർ കോസ്റ്റ്. ഈ ഒരു സീരീസ് തുടങ്ങാനുള്ള സാഹചര്യം ഞാൻ എൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ ടീസറിൽ പറഞ്ഞിരുന്നു. എന്തായാലും നമ്മൾക്ക് കിങ്ഡംസ് ഓഫ് പെപ്പർ കോസ്റ്റ് കേൾക്കാം. ആധുനിക കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നതിനും വളരെ മുൻപ് ഇന്നത്തെ കേരളവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ അധികാരം എങ്ങനെയാണ് രൂപപ്പെട്ടത്? ആരാണ് അത് നിയന്ത്രിച്ചത്? കാലക്രമത്തിൽ അത് എങ്ങനെ മാറി? ഏതെല്ലാം ഭരണ പാരമ്പര്യത്തിലൂടെയാണ് ഈ നാട് സഞ്ചരിച്ചത്? അതിൻ്റെ കഥയാണ് ഈ സീരീസ്. മുൻപത്തെ കേരള ഹിസ്റ്ററി സീരീസിൽ കേരളത്തിൻ്റെ തുറമുഖങ്ങൾ, വിദേശ വ്യാപാര ബന്ധങ്ങൾ, കുരുമുളകിൻ്റെ പ്രാധാന്യം എന്നിവ നമ്മൾ വിശദമായി കേട്ടിരുന്നു. അതുകൊണ്ട് അവ ആവർത്തിക്കാതെ ഈ സീരീസിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെ മറ്റൊരു ദിശയിൽ നിന്ന് നോക്കിക്കാണാം. BC 3-ാം നൂറ്റാണ്ട്. ഇന്നത്തെ പോലെ ഒരു കേരള സംസ്ഥാനമില്ല. തിരുവിതാംകൂറില്ല, കൊച്ചിയില്ല, കോഴിക്കോടില്ല. എന്നാൽ ചരിത്രത്തിൻ്റെ കല്ലിൽ ഒരു പേര് പ്രത്യക്ഷപ്പെടുന്നു: കേരളപുത്ര. ആ പേര് ആരുടേതായിരുന്നു? ഒരു രാജാവിൻ്റേതോ? ഒരു രാജ്യത്തിൻ്റേതോ? ഒരു ജനവിഭാഗത്തിൻ്റേതോ? അതോ പിന്നീട് കേരളമായി മാറിയ ഒരു ഭൂഭാഗത്തിൻ്റെ ആദ്യ രേഖാമൂലമുള്ള പ്രതിധ്വനിയോ? ഈ സീരീസിൽ നമ്മൾ അന്വേഷിക്കുന്നത് ആരാണ് ഭരിച്ചത് എന്ന ചോദ്യം മാത്രമല്ല, അധികാരം എവിടെ നിന്നാണ് വന്നത്, ആരാണ് അതിനെ നിയന്ത്രിച്ചത്, എങ്ങനെയാണ് അത് മാറിയത്. ഈ ചോദ്യത്തിലേക്കുള്ള ഏറ്റവും പഴക്കമുള്ള എഴുത്തുപരമായ സൂചനകളിലൊന്നാണ് കേരളപുത്ര. കേരളപുത്ര എന്ന പേര് നമുക്ക് ലഭിക്കുന്നത് അശോക ചക്രവർത്തിയുടെ ശിലാശാസനങ്ങളിലൂടെയാണ്. മൗര്യ സാമ്രാജ്യത്തിലെ ഏറ്റവും സ്വാധീനശാലികളായ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു അശോകൻ. BC 3-ാം നൂറ്റാണ്ടിൽ മൗര്യ സാമ്രാജ്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ, അതായത് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ വലിയൊരു ഭാഗത്തേക്ക് വ്യാപിച്ചിരുന്നു. ഇന്നത്തെ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ്റെ ചില ഭാഗങ്ങൾ എന്നിവ അതിൻ്റെ സ്വാധീന പരിധിയിൽ ഉൾപ്പെട്ടിരുന്നു. എന്നാൽ ഇന്നത്തെ കേരളവുമായി ബന്ധപ്പെട്ട പ്രദേശം മൗര്യ സാമ്രാജ്യത്തിൻ്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നുവെന്ന് തെളിയിക്കുന്ന വ്യക്തമായ രേഖകളില്ല. അതാണ് കേരളപുത്ര എന്ന പരാമർശത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത്. കാരണം കേരളപുത്രയുടെ പേര് പ്രത്യക്ഷപ്പെടുന്നത് കീഴടക്കിയ രാജ്യങ്ങളുടെ പട്ടികയിലല്ല, മറിച്ച് ഒരു ജനക്ഷേമ ശാസനത്തിലാണ്. എന്തായിരുന്നു അശോകൻ്റെ ശിലാശാസനകൾ? അതൊന്നും നമ്മൾക്ക് മനസ്സിലാക്കാം. അശോകൻ തൻ്റെ ഭരണകാലത്ത് ജനങ്ങളോട് പറയാനുള്ള സന്ദേശങ്ങൾ പാറകളിലും കൽത്തൂണുകളിലും കൊത്തിവെപ്പിച്ചു. പാറകളിൽ കൊത്തിവെച്ചവയെ ഇന്ന് റോക്ക് എഡിക്സ് അഥവാ ശിലാശാസനകളെന്നും, കൽത്തൂണുകളിൽ കൊത്തിവെച്ചവയെ പില്ലർ എഡിക്സ് അഥവാ സ്തംഭശാസനകൾ എന്നും വിളിക്കുന്നു. അശോകൻ്റെ 14 പ്രധാന ശിലാശാസനകളും 7 പ്രധാന സ്തംഭശാസനകളുമാണ് പൊതുവെ തിരിച്ചറിയപ്പെട്ടിട്ടുള്ളത്. പ്രധാന ശിലാശാസനങ്ങൾ ഇന്നത്തെ ഗുജറാത്തിലെ ഗിർനർ, ഉത്തരാഖണ്ഡിലെ കാൽസി, മഹാരാഷ്ട്രയിലെ സോപാര, ആന്ധ്രാപ്രദേശിലെ യറഗുഡി, ഒഡീഷയിലെ ധൗളി ജഗഡ, കർണാടകയിലെ സന്നതി, പാകിസ്ഥാനിലെ ഷെബാസ് ഗാർഹി, മൻസേറ, അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാർ എന്നിവിടങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാന പില്ലർ എഡിക്സ് ആദ്യം സ്ഥാപിച്ചത് ഇന്നത്തെ ഹരിയാനയിലെ ട്രോപ, ഉത്തർപ്രദേശിലെ മീററ്റ്, കൗശാംബി, ബീഹാറിലെ ലൗരിയ അറാജ്, ലൗരിയ നന്ദൻഗഡ്, രാംപൂർവ എന്നിവിടങ്ങളിലായിരുന്നു. ഇവയിൽ ചിലത് പിന്നീട് മറ്റിടങ്ങളിലേക്ക് മാറ്റി. ട്രോപ്പയിലെയും മീററ്റിലെയും സ്തംഭങ്ങൾ ഇന്ന് ഡൽഹിയിലാണുള്ളത്. കൗശാംബിയിൽ സ്ഥാപിച്ചിരുന്ന സ്തംഭം, അതായത് പില്ലർ, ഇന്ന് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലാണുള്ളത്. ഈ ശാസനകളിൽ അശോകൻ സംസാരിച്ചത് ജനക്ഷേമത്തെക്കുറിച്ച്, നീതി നിർവഹണത്തെക്കുറിച്ച്, മതസഹിഷ്ണുതയെക്കുറിച്ച്, ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച്, മനുഷ്യരോടും മറ്റു ജീവജാലങ്ങളോടുമുള്ള കരുണയെക്കുറിച്ച്, ഉത്തരവാദിത്തമുള്ള ഭരണത്തെക്കുറിച്ച്. ഈ ആശയങ്ങളെയാണ് അശോകൻ തൻ്റെ ധമനയത്തിൻ്റെ ഭാഗമായി അവതരിപ്പിച്ചത്. ഇവിടെ ഞാൻ പറയുന്നത്
ധമ്മ എന്നാണ്, ധർമ്മം എന്നല്ല. അശോകന്റെ ശിലാശാസനങ്ങളിൽ പ്രധാനമായി ഉപയോഗിച്ചിരിക്കുന്ന പ്രാകൃത ഭാഷയിലെ ധമ എന്ന രൂപമാണ്. ബുദ്ധമതത്തെ പ്രചരിപ്പിക്കുന്നതിൽ അശോക ചക്രവർത്തിയുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതായിരുന്നു. അശോകന്റെ ധമ്മ ഒരു മതത്തിൻ്റെ പ്രചാരണം മാത്രമായിരുന്നില്ല. നല്ല ഭരണം, കരുണ, സഹിഷ്ണുത, നീതി, വ്യക്തിപരമായ ഉത്തരവാദിത്വം എന്നിവ ഉൾക്കൊള്ളുന്ന പൊതുവായ ഒരു നൈതിക ആശയമായിരുന്നു അത്. തൻ്റെ വിശാലമായ സാമ്രാജ്യത്തിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങളിലേക്ക് സന്ദേശങ്ങൾ എത്തിക്കാൻ അശോക ചക്രവർത്തി ഒരേ ഒരു ഭാഷയോ ലിപിയോ ഉപയോഗിച്ചില്ല. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ശാസനകൾ പ്രാകൃത ഭാഷയിൽ ബ്രഹ്മി ലിപിയിലായിരുന്നു. വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഖരോഷ്ടി ലിപി ഉപയോഗിച്ചു. ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിൻ്റെ ചില ഭാഗങ്ങളിലെ ശാസനകൾ ഗ്രീക്ക്, അരമായിക് ഭാഷകളിലും എഴുതപ്പെട്ടു. ഓരോ പ്രദേശത്തെയും ജനങ്ങൾക്ക് പരിചിതമായ ഭാഷയിലും ലിപിയിലും ഭരണ സന്ദേശം എത്തിക്കാനുള്ള ശ്രമമായിരുന്നു അത്. അശോക ചക്രവർത്തി ആയിരുന്നില്ല സന്ദേശങ്ങൾ കൊത്തിവെച്ച ആദ്യ ഭരണാധികാരി. അദ്ദേഹത്തിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പേർഷ്യയിലെ ഡാരിയസ് ഒന്നാമനെ പോലെയുള്ള ഭരണാധികാരികൾ ശിലാലിഖിതങ്ങൾ ഉപയോഗിച്ചിരുന്നു. എന്നാൽ പല പുരാതന രാജാക്കന്മാരും തങ്ങളുടെ യുദ്ധവിജയങ്ങളും അധികാരവും രേഖപ്പെടുത്തിയിരുന്നപ്പോൾ അശോകന്റെ ശാസനകൾ ജനക്ഷേമം, നീതി, സഹിഷ്ണുത, കരുണ, നല്ല ഭരണം എന്നിവയ്ക്ക് വലിയ പ്രാധാന്യം നൽകി. അതുകൊണ്ട് അശോകന്റെ ശിലാശാസനകളെ ഒരു പുരാതന സാമ്രാജ്യത്തിൻ്റെ വിപുലമായ പൊതുജന ആശയവിനിമയ സംവിധാനമായി കാണാം. കേരളപുത്രയെക്കുറിച്ചുള്ള നമ്മുടെ അന്വേഷണം തുടങ്ങുന്നത് അശോകന്റെ രണ്ടാം പ്രധാന ശിലാശാസനത്തിൽ നിന്നാണ്, അതായത് മേജർ റോക്ക് എഡിക്റ്റ് 2. ഈ ശാസനത്തിൻ്റെ പകർപ്പുകൾ ഗിർനാർ ഉൾപ്പെട്ട വിവിധ സ്ഥലങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യർക്കും മൃഗങ്ങൾക്കും ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കിയതിനെക്കുറിച്ച് അശോകൻ ഇതിൽ പറയുന്നു. ഔഷധ സസ്യങ്ങളും ഫലവൃക്ഷങ്ങളും ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ അവ എത്തിച്ച് നട്ടുവളർത്തിയതിനെക്കുറിച്ചും വഴിയോരങ്ങളിൽ കിണറുകൾ കുഴിച്ചതിനെക്കുറിച്ചും മരങ്ങൾ നട്ടതിനെക്കുറിച്ചും ശാസനത്തിൽ പരാമർശമുണ്ട്. ഈ ക്ഷേമ പ്രവർത്തനത്തെക്കുറിച്ച് വിവരിക്കുന്നതിനിടയിലാണ് ചില തെക്കൻ പ്രദേശങ്ങളുടെ പേരുകൾ പ്രത്യക്ഷപ്പെടുന്നത്. ചോളർ, പാണ്ഡ്യർ, സത്യപുത്രർ, കേരളപുത്രർ, താമ്രപാണി. ഇവിടെയാണ് ചരിത്രത്തിൻ്റെ കല്ലിൽ കേരളപുത്ര എന്ന പേര് ആദ്യമായി മുഴങ്ങുന്നത്. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. കേരളപുത്രയെ അശോകൻ കീഴടക്കിയ ഒരു പ്രദേശമായി അവതരിപ്പിക്കുന്നില്ല. മൗര്യ സാമ്രാജ്യത്തിൻ്റെ ഒരു പ്രവിശ്യയായും ചിത്രീകരിക്കുന്നില്ല. മറിച്ച് മൗര്യ സാമ്രാജ്യത്തിൻ്റെ നേരിട്ടുള്ള ഭരണത്തിന് പുറത്തായിരുന്നുവെങ്കിലും അശോകൻ്റെ രാഷ്ട്രീയ ലോകത്തിന് പരിചിതമായിരുന്ന ഒരു തെക്കൻ പ്രദേശമായാണ് അത് പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ടാണ് ചില ചരിത്രകാരന്മാർ കേരളപുത്രയെ അശോകൻ്റെ രാഷ്ട്രീയവും നയതന്ത്രപരവുമായ ഭൂമിശാസ്ത്രത്തിൻ്റെ ഭാഗമായി കാണുന്നത്. എന്നാൽ ഈ ബന്ധത്തിൻ്റെ കൃത്യമായ സ്വഭാവം രണ്ടാം ശിലാശാസനം വിശദീകരിക്കുന്നില്ല. ഒരു നയതന്ത്ര ദൗത്യം നടന്നിരുന്നു, പ്രതിനിധികൾ എത്തിയിരുന്നു, ഉടമ്പടിയോ സഖ്യമോ ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചൊന്നും ശാസനം പറയുന്നില്ല. അശോകൻ വിവരിക്കുന്ന ക്ഷേമ നടപടികൾ കേരളപുത്രയിൽ എങ്ങനെ നടപ്പാക്കിയെന്ന് വ്യക്തമല്ല. അതുകൊണ്ട് നമുക്ക് ഉറപ്പോടെ പറയാൻ കഴിയുന്നത് ഇത്ര മാത്രമാണ്. BC 3-ാം നൂറ്റാണ്ടിൽ കേരളപുത്ര എന്നൊരു തെക്കൻ പ്രാദേശികമോ രാഷ്ട്രീയമോ ആയ തിരിച്ചറിയൽ അശോകന്റെ ലോകത്തിന് പരിചിതമായിരുന്നു. കേരളപുത്ര ആരായിരുന്നു, എവിടെയായിരുന്നു എന്ന് കുറച്ചുകൂടി നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. കേരളപുത്രയെ ഇന്നത്തെ കേരള സംസ്ഥാനമായി നേരിട്ട് തുല്യമാക്കുന്നത് ശരിയല്ല. BC 3-ാം നൂറ്റാണ്ടിൽ കേരളം, തമിഴ്നാട്, കർണാടക എന്നീ ആധുനിക സംസ്ഥാനങ്ങളോ അവയുടെ ഇന്നത്തെ അതിർത്തികളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. കേരളപുത്ര എന്നത് ഇന്നത്തെ കേരളവുമായി ബന്ധപ്പെട്ട തെക്കു പടിഞ്ഞാറൻ പ്രദേശത്തിൻ്റെ ഒരു പുരാതന രാഷ്ട്രീയമോ പ്രാദേശികമോ ആയ തിരിച്ചറിയലായിരിക്കാം. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലുള്ള പ്രദേശം, പിന്നീട് കേരള ചരിത്രത്തിൻ്റെ പ്രധാന വേദിയായി മാറിയ ഭൂഭാഗം. എന്നാൽ അതൊരു ഏകീകൃത രാജ്യമായിരുന്നു എന്ന് കരുതേണ്ടതില്ല. പ്രാദേശിക ഭരണ കേന്ദ്രങ്ങൾ, കുടുംബങ്ങളെ കേന്ദ്രീകരിച്ച അധികാര രൂപങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ, ചെറിയ രാഷ്ട്രീയ സമൂഹങ്ങൾ എന്നിവ ചേർന്ന ഒരു വലിയ ഭൂപ്രദേശമായിരിക്കാം അത്. ഈ പ്രദേശം വിശാലമായ തമിഴകം എന്ന സാംസ്കാരിക ലോകത്തിൻ്റെ ഭാഗവുമായിരുന്നു. ഇന്നത്തെ കേരളത്തിൻ്റെ പ്രദേശങ്ങൾക്കൊപ്പം പടിഞ്ഞാറൻ തമിഴ്നാട്ടിലെ ചില ഉൾനാടൻ പ്രദേശങ്ങളുമായും അതിന് ബന്ധമുണ്ടായിരുന്നിരിക്കാം.
നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു പേര് മാത്രമാണ്. ആ പേരിന് പിന്നിലെ ഭരണ സംവിധാനത്തെക്കുറിച്ചോ അധികാര ഘടനയെക്കുറിച്ചോ ശാസനം കൂടുതൽ വിവരം നൽകുന്നില്ല. ചരിത്രത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ അപൂർവമല്ല. ചിലപ്പോൾ ആദ്യം നമുക്ക് ലഭിക്കുന്നത് ഒരു പേര് മാത്രമായിരിക്കാം. ആ പേരിന് പിന്നിലെ ലോകം മറ്റ് തെളിവുകളിലൂടെ പതുക്കെ തെളിഞ്ഞു വരും. കേരളപുത്ര അത്തരമൊരു ചരിത്ര രഹസ്യമാണ്. ഇനി വേറൊരു ചോദ്യമുണ്ട്. കേരളപുത്രർ ചേരന്മാരായിരുന്നോ? പല ഗവേഷകരും കേരളപുത്രയെ ആദ്യകാല ചേര ലോകവുമായി ബന്ധിപ്പിക്കുന്നു. പിൽക്കാലത്ത് ചേരന്മാർ തമിഴകത്തിലെ പ്രധാന ഭരണ പാരമ്പര്യങ്ങളിലൊന്നായി മാറി. ഇന്നത്തെ കേരളത്തിൻ്റെയും പടിഞ്ഞാറൻ തമിഴ്നാടിൻ്റെയും ചില പ്രദേശങ്ങളിൽ അവരുടെ സ്വാധീനവും ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ വളരെ സൂക്ഷിക്കണം. അശോകന്റെ ശിലാശാസനം ഒരിടത്തും ചേര എന്ന പേര് ഉപയോഗിക്കുന്നില്ല. അതിൽ കാണുന്നത് കേരളപുത്ര എന്നാണ്. വ്യത്യസ്ത വായനകളിലും രേഖകളിലും ഈ പേര് കേരളപുതോ, കേലലപുത, കേതലപുത എന്നിങ്ങനെയും കാണാം. പ്രാകൃത ഉച്ചാരണം, ഭ്രമ്യലിപിയുടെ വായന എന്നിവ മൂലമാണ് ഈ വ്യത്യാസങ്ങൾ ഉണ്ടായത്. ഈ എപ്പിസോഡിൽ വ്യക്തമായി പൊതുവെ പരിചിതമായ കേരളപുത്ര എന്ന രൂപമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. കേരളപുത്രരും ആദ്യകാല ചേരന്മാരും തമ്മിൽ ബന്ധമുണ്ടായിരുന്നിരിക്കാം. എന്നാൽ രണ്ടും ഒരേ രാഷ്ട്രീയ സംവിധാനമായിരുന്നു എന്ന് ഉറപ്പിച്ചു പറയാൻ ഇപ്പോഴും തെളിവുകളൊന്നുമില്ല. അതാണ് നല്ല ചരിത്ര പഠനത്തിൻ്റെ പ്രത്യേകത. അറിയുന്നത് പറയണം, അറിയാത്തത് സമ്മതിക്കണം. BC 3-ാം നൂറ്റാണ്ടിൽ കല്ലിൽ കൊത്തിവെച്ച കേരളപുത്ര എന്ന പേര് വീണ്ടും വായിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെയാണ് കഥയ്ക്ക് മറ്റൊരു വഴിത്തിരിവുണ്ടാവുന്നത്. അശോകന്റെ പല ശിലാശാസനങ്ങളും നൂറ്റാണ്ടുകളോളം ആളുകളുടെ കൺമുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അവ എഴുതിയിരുന്ന ബ്രാഹ്മ്യ ലിപി വായിക്കാനുള്ള അറിവ് കാലക്രമേണ നഷ്ടപ്പെട്ടിരുന്നു എല്ലാവർക്കും. കല്ലുകൾ അവിടെ തന്നെ ഇരുന്നു, എന്നാൽ അവയിലെ ശബ്ദങ്ങൾ മൗനത്തിലായിരുന്നു. 1837 ജെയിംസ് പ്രിൻസപ്പ് ബ്രാഹ്മ്യലിപി വായിച്ചെടുക്കുന്നതിൽ നിർണായകമായ മുന്നേറ്റം നടത്തി. അതോടെ ആ ശിലാശാസനങ്ങൾ വീണ്ടും വായിക്കാൻ തുടങ്ങി. 2000-ലകം വർഷങ്ങൾക്ക് ശേഷം ഒരു പുരാതന ലോകം വീണ്ടും സംസാരിക്കുവാൻ തുടങ്ങി. ആ ലോകത്തിനുള്ളിൽ ആ പേരുണ്ടായിരുന്നു, കേരളപുത്ര. അശോക ചക്രവർത്തിയുടെ പ്രാധാന്യം എന്താണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അശോകന്റെ പ്രാധാന്യം മൗര്യ സാമ്രാജ്യത്തോടൊപ്പം അവസാനിച്ചില്ല. സ്വതന്ത്ര ഇന്ത്യ സാരനാഥിലെ അശോക സ്തംഭത്തിൻ്റെ സിംഹശീർഷത്തെ ആധാരമാക്കിയ രൂപം രാജ്യത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നമായി സ്വീകരിച്ചു. ഇന്ന് അത് സർക്കാർ രേഖകളിലും പാസ്പോർട്ടുകളിലും നാണയങ്ങളിലും കാണാം. ഇന്ത്യൻ ദേശീയ പതാകയുടെ മധ്യത്തിലുള്ള 24 സ്പോക്സ് അശോക ചക്രവും അശോകന്റെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ അശോകന്റെ പ്രാധാന്യം ദേശീയ ചിഹ്നങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ജനക്ഷേമം, നീതി, മതസഹിഷ്ണുത, കരുണയുള്ള ഭരണനിർവഹണം, ഭരണത്തിൻ്റെ നൈതിക ഉത്തരവാദിത്വം എന്നിവ പൊതുസ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയ ഭരണാധികാരിയായാണ് അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നത്. അദ്ദേഹം പ്രഖ്യാപിച്ച ആശയങ്ങൾ യഥാർത്ഥത്തിൽ എത്രത്തോളം നടപ്പിലായി എന്നത് നമ്മൾക്ക് അറിയില്ല. ജനങ്ങൾ ആ സന്ദേശങ്ങളോട് എങ്ങനെ പ്രതികരിച്ചു എന്നും വ്യക്തമല്ല. എന്നാൽ അധികാരത്തോടൊപ്പം ഉത്തരവാദിത്വവും വേണമെന്ന തൻ്റെ ഭരണചിന്ത അശോകൻ കല്ലിൽ സ്ഥിരമായി രേഖപ്പെടുത്തി. കേരളപുത്ര എന്ന പരാമർശം നമുക്ക് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമാണ് നൽകുന്നത്. പക്ഷെ അതിൻ്റെ പ്രാധാന്യവും അതിലാണ്. ഒരു പേര് മാത്രം, ഒരു ചെറിയ പരാമർശം മാത്രം. എന്നാൽ BC 3-ാം നൂറ്റാണ്ടിൽ തന്നെ ഇന്നത്തെ കേരളവുമായി ബന്ധപ്പെട്ട ഒരു പ്രദേശം വിശാലമായ ഇന്ത്യൻ രാഷ്ട്രീയ ലോകത്തിന് പരിചിതമായിരുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ പ്രദേശത്തിന് വ്യക്തമായൊരു തിരിച്ചറിയലുണ്ടായിരുന്നു. ആ പേര് പ്രത്യക്ഷപ്പെടുന്നത് യുദ്ധവിജയങ്ങളുടെ പട്ടികയിലല്ല, ജനക്ഷേമത്തെയും അയൽപ്രദേശങ്ങളുമായുള്ള ബന്ധത്തെയും കുറിച്ച് പറയുന്ന ശാസനത്തിലാണ് കേരളപുത്ര എന്നു പേര് വരുന്നത്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ തമിഴകം എന്ന വിശാലമായ ചരിത്ര ലോകത്തിലേക്ക് കടക്കും. ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ വർഷം കോഴിക്കോട് DC ബുക്സ് സംഘടിപ്പിച്ച കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ചരിത്രകാരൻ വില്യം ഡാൽറിംപിൾ നടത്തിയ പ്രഭാഷണം ഞാൻ കേൾക്കാനിടയായി. പ്രാചീന ലോകത്തിൽ ഇന്ത്യ വഹിച്ച കേന്ദ്ര സ്ഥാനത്തെക്കുറിച്ചും അദ്ദേഹം വിശേഷിപ്പിക്കുന്ന ഗോൾഡൻ റോഡ് എന്ന ആശയത്തെക്കുറിച്ചും ഇന്ത്യൻ വ്യാപാരം, ശാസ്ത്രം, മതം, സംസ്കാരം എന്നിവ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എങ്ങനെ സ്വാധീനം ചെലുത്തിയതിനെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിൻ്റെ അവതരണം കേരളത്തിൻ്റെ ചരിത്രത്തെ കൂടുതൽ വിശാലമായ ഒരു പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കും.
ആ യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ഞാൻ എപ്പിസോഡിൻ്റെ വിവരണത്തിലോ കമൻറ്റിലോ രേഖപ്പെടുത്തിയേക്കാം. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേരളവും പുരാതന ലോകവും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആ പ്രഭാഷണം തീർച്ചയായും കാണുക. അത് ഈ യാത്രയെ കൂടുതൽ സമ്പന്നമാക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇന്നത്തെ യാത്രയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നതിന് നന്ദി. ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ എക്കോസ് ഓഫ് കേരള പോഡ്കാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ആൻഡ് ടേക്ക് കെയർ.